മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. വരുവിൻ 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 സോദരരേ, ഒരു മനമായി ദൈവത്തിന് ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരേ, ഒരു മനമായി ദൈവത്തിന് ബലിയർപ്പിക്കാം. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. എൻ നാമത്തിൽ നിങ്ങളൊന്നു ചേരുമ്പോൾ എന്നോർമ്മയ്ക്കായി ഇതു ചെയ്തിടുവിൻ. എൻ നാമത്തിൽ നിങ്ങളൊന്നു ചേരുമ്പോൾ എന്നോർമ്മയ്ക്കായി ഇതു ചെയ്തിടുവിൻ. എന്നരുളിയ മിശിഹാ തൻ ഓർമ്മയിൽ ഹൃദയം ചേർത്തിടാം ബലിയർപ്പിക്കാം. എന്നരുളിയ മിശിഹാ തൻ ഓർമ്മയിൽ ഹൃദയം ചേർത്തിടാം ബലിയർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടുകൂടെ. യേശുനാഥനിൽ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ജീവനെ അടിസ്ഥാനപ്പെടുത്തി ജീവൻ നിലനിർത്തേണ്ടതിന് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം നമ്മൾ കേട്ട് പഴകിയതാണ് എങ്കിലും ഇന്നത്തെ വചന വെളിച്ചത്തിൽ ഒന്നോർക്കുന്നത് നന്നായിരിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 4, 5, 6 വാക്യങ്ങളാണ്. നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു ദൈവമാണ്. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും മുഴുവൻ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കുക. ഇത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്നുകൂടി നിയമാവർത്തന പുസ്തകം പറയുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജീവൻ നിലനിർത്തേണ്ടതിന്, അതായത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഏക സത്യദൈവത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇപ്പോൾ പഴയ നിയമത്തിൽ ഏക സത്യദൈവത്തെ സർവം മറന്ന് സ്നേഹിക്കുവാനും ആരാധിക്കുവാനും പറയുമ്പോൾ ആ ദൈവത്തെ അറിയുക മാത്രമല്ല, ആ ദൈവം അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ്റെ പൂർണ്ണത എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു.
ഇനി പുതിയ നിയമത്തിൽ ചേരുംപടി ചേർത്ത് വച്ചിരിക്കുന്ന ദൈവത്തെ മാത്രമല്ല സ്നേഹിക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കുന്നത് കൂടാതെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇന്നത്തെ 3 വായനകളും ഈ ഒരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. ഒന്നാമത്തെ വായന നമുക്ക് വചനപ്രഘോഷണത്തിലേക്ക് വരുമ്പോൾ വിശദമായിട്ട് പറയും. രണ്ടാമത്തെ വായനയിൽ പൗലോസ്ലീഹ റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ആ ഉയർപ്പിൻ്റെ മഹത്വവും പ്രതാപവും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കേണ്ടത് നിന്റെ ജീവിതത്തിലൂടെ, സ്നേഹത്തിലൂടെയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന് യോജിച്ച രീതിയിൽ കർത്താവ് പറയുന്നു, എന്നേക്കാൾ ഉപരി ആരെയും സ്നേഹിക്കാൻ പാടില്ല. അച്ഛനെ പാടില്ല, അമ്മയെ പാടില്ല, മക്കളെ പാടില്ല, ഭർത്താവിനെ ആരെയുമില്ല. എന്നേക്കാൾ ഉപരി ആരെ സ്നേഹിച്ചാലും നീ എനിക്ക് യോജിച്ചവനല്ല എന്നുകൂടി പറയുന്നിടത്ത് ഇന്നത്തെ വചനം പൂർത്തീകരിക്കപ്പെടുന്നു. നമുക്ക് എല്ലാറ്റിലും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മറ്റു മനുഷ്യരെ നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിരുന്ന് പങ്കുവയ്ക്കാം. ഒരുക്കമായിട്ട് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വിക ശക്തനാ ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ
കർത്താവം ശ്രീ യേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ പ്രകാശത്തിൻ്റെ മക്കളാക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. പാപാന്തകാരത്തിൽ അകപ്പെടാതെ സത്യപ്രകാശത്തിലൂടെ എന്നും ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന്. ഒരിക്കൽ ഏലീഷ ശൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതിലെ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ്. നമുക്ക് മട്ടുപ്ലാവിൽ ഒരു ചെറിയ മുറിയുണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം. വരുമ്പോഴൊക്കെ അവന് അവിടെ വിശ്രമിക്കാമല്ലോ. ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ഏലീഷ പറഞ്ഞു, അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഭൃത്യനായ ഗഹസി പറഞ്ഞു, അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു, അവളെ വിളിക്കുക. വിളിച്ചപ്പോൾ അവൾ വാതിക്കൽ വന്നു നിന്നു. ഏലീഷ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. 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 എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും.
എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഉത്സവാഘോഷത്തിൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു, അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച. ഇസ്രയേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുളിർക്കാറ്റായി ഒഴുകി വരും തിരുവചനം, യേശുവിൻ്റെ വചനം. ജീവനേകി ശക്തിയേകി അലയടിച്ചുയരും വചനം. കുളിർക്കാറ്റായി ഒഴുകി വരും തിരുവചനം, യേശുവിൻ്റെ വചനം. ജീവനേകി ശക്തിയേകി അലയടിച്ചുയരും വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്തു: എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നത് എനിക്ക് യോജിച്ചതല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല.
സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒന്നാമത്തെ വായനയിൽ ധനികയും എണ്ണം തികഞ്ഞ ഭക്തയുമായിരുന്ന ശുനേംകാരി സ്ത്രീ എലീഷ പ്രവാചകന് താമരത്തിൻ്റെ സമ്മാനവും സ്വീകരിക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. എലീഷ പ്രവാചകനെ എബ്രായ ഭാഷയിൽ എലിസേവൂസ് പ്രവാചകൻ എന്നാണ് അറിയപ്പെടുക. ഈ എലിസേവൂസ് പ്രവാചകൻ ഏതാണ്ട് 60 വർഷക്കാലമാണ് തൻ്റെ പ്രവാചക ദൗത്യം സമറിയായിൽ നിർവഹിച്ചത്. യേശുവിന് മുൻപ് 932 മുതൽ 632 വരെ 932 മുതൽ 632 വരെ 60 വർഷക്കാലം തൻ്റെ ദൗത്യം നിർവഹിച്ചു. അതൊരു മല്ലയുദ്ധമായിരുന്നു. ഏക സത്യദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ അദ്ദേഹം പെടാപ്പാടുപെട്ടു. ആഹാബ് രാജാവ് ജസബേൽ എന്ന ഫിനീഷ്യൻ യുവതിയെ വിവാഹം കഴിച്ച നാൾ മുതൽ ഏക സത്യദൈവത്തെ മറക്കുവാനും ബാലെന്ന ദേവനെ ആരാധിക്കുവാനും ജനത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഏതാണ്ട് മിക്കവാറും എല്ലാ ജനങ്ങളും ബാൽദേവനെ ആരാധിക്കുന്നവരായി മാറിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ എലിസേവൂസ് പ്രവാചകൻ അതിനെ എതിരിട്ട് വീണ്ടും ജനത്തെ ഏക സത്യദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുക. ഇനി ഈ പ്രവാചകൻ എലിസേവൂസ് ദൈവകൃപയാൽ എന്നും നിറഞ്ഞവനായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത അത്ഭുതങ്ങളില്ല. അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങളെ തീറ്റിപ്പോറ്റിയ ചരിത്രം പോലും എലിസേവൂസ് പ്രവാചകൻ്റെ ജീവിതത്തിലുണ്ട്. പഴയ നിയമം അദ്ദേഹത്തെ വിളിക്കുക അത്ഭുതങ്ങളുടെ തമ്പുരാൻ എന്നാണ്. അത്രയ്ക്ക്
ദൈവ തിരുസന്നിധിയിൽ പ്രിയപ്പെട്ടവനായിരുന്നുവെങ്കിലും ജനമധ്യത്തിൽ പലപ്പോഴും ഈ ബാൽദേവനെ എതിർക്കുന്നത് കൊണ്ട് അത്ര പ്രിയങ്കരനൊന്നുമായിരുന്നില്ല. ജസബേലായിരുന്നു, രാജ്ഞിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറെ അധികം മനുഷ്യർ വളരെ രഹസ്യമായിട്ട് ഏക സത്യദൈവത്തെ ആരാധിച്ചിരുന്നു. ആ ഏക സത്യദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ശുനേംകാരി എന്ന സ്ത്രീ. ഞാൻ പറഞ്ഞു, ധനികയായിരുന്നു, എണ്ണം തികഞ്ഞ ഭക്തയായിരുന്നു. അവൾ തൻ്റെ ദൈവസ്നേഹം പ്രകടിപ്പിച്ചത് എലിസേവൂസ് പ്രവാചകനിലൂടെയാണ്. എലിസേവൂസിന് എപ്പോഴൊക്കെ എലിസേവൂസ് ശുനേമിലൂടെ കടന്നുപോയി അപ്പോഴൊക്കെ അവിടെ വീട്ടിൽ കയറി താമസിക്കാൻ ഇടം കൊടുക്കുന്നു. തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഇടം കൊടുക്കുകയും എപ്പോഴൊക്കെ അതിൽ കടന്നുപോയി അവിടെ താമസിക്കുന്നു അപ്പോഴൊക്കെ ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ പരിപാലിച്ചിരുന്നു. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട് പ്രവാചകനെ പ്രവാചകൻ എന്ന് കരുതി മാനിക്കുന്നവന് പ്രവാചകനുള്ള പ്രതിഫലം ലഭിക്കും എന്ന്. ശുനേംകാരി സ്ത്രീക്ക് ലഭിച്ചതൊരു കുഞ്ഞിനെയാണ്, മക്കളില്ലായിരുന്നു. എലിസേവൂസ് അവസാനം സമ്മാനമായിട്ട് കൊടുത്ത് നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കും. പ്രവാചകനെടുത്ത പ്രതിഫലം കൊടുത്തിട്ടാണ് എലിസേവൂസ് യാത്രയാകുക. അപ്പോൾ സന്ദേശം ഇത്രയേ ഉള്ളൂ. ദൈവസ്നേഹത്തെ പ്രതി മറ്റ് മനുഷ്യർക്ക് ജീവിതത്തിൽ ഇടം കൊടുക്കുമെങ്കിൽ ദൈവം അവനെ വെറും കൈയോടെ പറഞ്ഞയക്കില്ല. അവന് ദൈവം പ്രതിഫലം കൊടുക്കും, സമ്മാനം കൊടുക്കും എന്ന്. ശൂന്യംകാരി സ്ത്രീ തൻ്റെ കഷ്ടതയിലും കഷ്ടപ്പാടിലും വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒത്തിരി പ്രതിബന്ധങ്ങൾ ആ സ്ത്രീക്കുണ്ടായിരുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ഏക സത്യദൈവത്തെ അവൾ മുറുകെ പിടിച്ചു. തൻ്റെ ജീവിതത്തോട് ഇറുക്കി പിടിച്ചുകൊണ്ട് ജീവിച്ചു. ചിലപ്പോഴെങ്കിലും നമ്മൾ ജീവിതത്തിൻ്റെ സമ്പൽ സമൃദ്ധിയിൽ ദൈവത്തെ മറക്കുന്നവരാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും കഷ്ടദുരിതങ്ങൾ, കഷ്ടപ്പാട് നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ആ ദൈവത്തെ മറക്കും നമ്മൾ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അപ്പം തന്നവനെ മറന്നിട്ട് അപ്പം കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. അപ്പം നൽകുന്നവനെ മറന്നു കളയുകയും അപ്പം കൊണ്ട് മാത്രം ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ ശൂന്യംകാരി സ്ത്രീ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോഴത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് ദൈവത്തെ മറക്കാൻ എളുപ്പമാണ്. ദൈവമുണ്ടോ എന്ന് ചോദിക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ്. ഇല്ല എന്ന് പറയാനായിട്ട് ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റും കൂടും. ഇന്നത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ട് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എന്താ കാര്യമെന്നറിയാമോ? നമ്മൾ ശാസ്ത്രം കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും ജീവിച്ചു പോകാം എന്ന് വിശ്വസിച്ച് വല്ലാതെ അങ്ങായിപ്പോയി. നേരത്തെ പറഞ്ഞ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പം തന്നവനെ മറന്നിട്ട് അപ്പം കൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു വൈറസിൻ്റെ പിടിയിലകപ്പെട്ടത്. വളരെ സുന്ദരമായിട്ട് നമ്മുടെ കപ്പൽ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് കപ്പൽ തുഴയുന്നവർക്ക്, പഴയ കപ്പൽ തുഴക്കാരുണ്ടായിരുന്നു, കപ്പൽ തുഴയുന്നവർക്ക് ഇനി കപ്പിത്താൻ്റെ ആവശ്യമില്ല എന്ന് കരുതി കപ്പിത്താനെ എടുത്ത് കടലിലെറിഞ്ഞാൽ എങ്ങനെയിരിക്കും? നമ്മളിപ്പോൾ ചെയ്തത് ഇത് തന്നെ, നമ്മൾ ചെയ്തത് അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുക. കുറേ ദൂരം നന്നായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇനി കപ്പിത്താൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ മാത്രം മതിയെന്ന് വിചാരിച്ചിട്ട് കപ്പിത്താനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞവരാണ് നമ്മൾ. പക്ഷേ എറിയപ്പെട്ട കപ്പിത്താന് മാത്രം ദിശ അറിയൂ. അവനുണ്ടെങ്കിൽ യഥാർത്ഥ ദിശയിലേക്ക് ലക്ഷ്യസ്ഥാനത്തെ കപ്പലെത്തൂ. അത് മാത്രം എറിഞ്ഞവർ ഓർത്തില്ല.
നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും ഇതുതന്നെയാണ്. നമ്മൾ എല്ലാം മറന്നിട്ട് എനിക്കിനി ശാസ്ത്രം മതി, സാങ്കേതിക വിദ്യ മതി, എൻ്റെ കയ്യിലുള്ള സമ്പത്ത് മതി ജീവിച്ചു പോകാൻ, എനിക്ക് മറ്റാരെയും ആവശ്യമില്ല എന്ന് കരുതി മുന്നോട്ട് പോയ അവസരത്തിൽ ഒരു ചെക്ക് ഇതാ അവിടെ നിൽക്കുക, പിടിച്ചു നിർത്തിയിരിക്കും നമ്മളെ. ഇനി ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് അത്യാവശ്യമാണ്. ഈ ശൂന്യങ്കാരി സ്ത്രീ അതൊന്നും ആയിരുന്നില്ല. അവിടെ എല്ലാ കഷ്ടതകളുടെയും നടുവിൽ തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് താൻ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അവൾക്ക് കൈവന്ന് അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന എലിസേവൂസ് എന്ന മനുഷ്യനുമായിട്ട് പകുത്തുവയ്ക്കാൻ തയ്യാറായി. കഷ്ടപ്പാടുകൾ മറന്നിട്ട് ദൈവപുരുഷനാണെന്നാണ് പറഞ്ഞത്. അയാളൊരു ദൈവപുരുഷനാണെന്ന് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെയുള്ള എല്ലാ മനുഷ്യരും ദൈവപുരുഷന്മാരാണ്. എല്ലാവരും ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. ദൈവം അറിയാതെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നിട്ടില്ല. അപ്പം നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ദൈവപുരുഷന്മാരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകാനായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന അത്യാവശ്യം, തിരിച്ചറിവിന് വേണ്ടിയുള്ള പ്രാർത്ഥന. പഴയ കാലത്ത് പ്രവാചകനെന്ന് വിളിക്കും, ദൈവപുരുഷനെന്ന് വിളിക്കും. പ്രവാചകൻ ദൈവനാമത്തിൽ വചനം പ്രഘോഷിക്കുന്നവൻ. ദൈവപുരുഷൻ എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് ദൈവത്തിന് സമർപ്പിച്ചവൻ. പുതിയ നിയമത്തിൽ ചെറിയവരെന്നാണ് കർത്താവ് പറയുക. ചെറിയവർ, എളിമയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. തൻ്റെ ശിഷ്യന്മാരെ ചെറിയവരെന്ന് വിളിക്കുന്നുണ്ട്, കുഞ്ഞുമക്കളെന്ന് വിളിക്കുന്നുണ്ട്, തനിക്ക് പ്രിയപ്പെട്ടവർ, തനിക്ക് സ്വന്തമായുള്ളവരെന്ന് കർത്താവ് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പ്രവാചകൻ എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ്. പ്രവാചകൻ, ദൈവപുരുഷൻ, ചെറിയവർ, സ്വന്തമായുള്ളവർ, കുഞ്ഞുമക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവർ. അപ്പോൾ ദൈവപുരുഷന്മാരായിട്ട് മറ്റുള്ളവരെ കാണാനും സ്നേഹിക്കാനും കഴിയുന്നിടത്ത് നമുക്ക് നിത്യജീവൻ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ശ്വാസം മുട്ടലിൻ്റെ കാലമാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഈ ദുഃഖ ദുരിതങ്ങളുടെ നടുവിലും മനുഷ്യരെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ മാത്രം, വൈറസ് പോലും, COVID-19 വൈറസ് പോലും മനുഷ്യരെ കൊല്ലുന്ന ശ്വാസം മുട്ടിച്ച. അപ്പോൾ വൈറസ് എനിക്ക് തോന്നുന്നു മനുഷ്യരെ കണ്ടു പഠിച്ചതാണ്. അപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന കാലഘട്ടത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗക്കാരനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് മരണത്തിനിടയ്ക്ക് അവൻ പറഞ്ഞത് എനിക്ക് ശ്വാസം മുട്ടുന്നുവെന്ന്. ഇതൊരു കഷ്ടമാണ്. അത് പറയുമ്പോൾ രോമകൂപങ്ങൾ എഴുതി നിൽക്കും, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുമ്പോൾ. എപ്പോഴാണ് മനുഷ്യന് ശ്വാസം മുട്ടുക? ജീവിതത്തിൽ ഇടം കിട്ടാതെ പോകുമ്പോഴാണ് മനുഷ്യന് ശ്വാസം മുട്ടുക. ഒന്നുകിൽ ഇടം കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇടം കണ്ടെത്താതെ പോകുന്നു. ഇടം കൊടുക്കാൻ ആഗ്രഹിക്കാത്തവൻ അവനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. ഇടം കണ്ടെത്താൻ കഴിയാതെ പോകുന്നവൻ സ്വയം ജീവനെടുക്കുന്നു. ഒരു ജോർജ് ഫ്ലോയിഡ് ശ്വാസം മുട്ടി മരിച്ചുവെങ്കിൽ, ശ്വാസം മുട്ടിച്ചവനെ കൊന്നുവെങ്കിൽ, നമ്മുടെ കേരള സഭയിൽ ഒരു കത്തോലിക്ക വൈദികൻ ഇതുപോലെ ശ്വാസം മുട്ടി മരിച്ചു. അച്ഛൻ്റെ പേര് ജോർജ് എന്ന് തന്നെയാണ്. നമുക്കെങ്ങനെയാണ് ആ മരണത്തെ നോക്കിക്കാണാനായിട്ട് കഴിയുക? അച്ഛൻ ശ്വാസം മുട്ടി മരിച്ചതാ. അച്ഛന് ജീവിതത്തിൽ ഇടം കിട്ടിയില്ല. അച്ഛൻ പ്രതീക്ഷിക്കുന്ന ഒരിടം തൻ്റെ ജീവിതത്തിലോ തനിക്ക് ചുറ്റുമുള്ളവരിലോ കണ്ടെത്താൻ കഴിയാതെ പോയപ്പോൾ അച്ഛന് ശ്വാസം മുട്ടി മരിച്ചു. കിണറ്റിൽ വീണ മരിച്ചതെങ്കിൽ ശ്വാസം മുട്ടിയാണ് മരിച്ചത്. എങ്ങനെ ഒരുപാട് മനുഷ്യർ, പ്രിയപ്പെട്ടവരെ, ശ്വാസം മുട്ടി മരിക്കുന്നുണ്ട്. ഇടം കണ്ടെത്താതെ, ജീവിതത്തിൽ ഇടം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ടുക. വെറുതെ ആത്മഹത്യ എന്ന് പറഞ്ഞ് അതിനൊന്നും തള്ളിക്കളയാനാവില്ല. ആത്മഹത്യക്ക് ഞാൻ ഉത്തരവാദിയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഉത്തരവാദികളാണ്. ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തി ഇതുപോലെയൊക്കെ മരിക്കുമ്പോൾ ഓർക്കണം, അവൻ ശ്വാസം മുട്ടിയാണ് മരിച്ചത്.
അവൻ ആഗ്രഹിച്ച ഇടം ജീവിതത്തിൽ കണ്ടെത്താതെ പോകുന്നു, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരവന് കൊടുക്കാതെ പോകുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുക? കർത്താവ് പറഞ്ഞില്ലേ, എന്നെക്കാൾ ഉപരി മാതാവിനെയോ പിതാവിനെയോ പുത്രനെയോ പുത്രിയെയോ ഭാര്യയോ മക്കളെ ആരെ സ്നേഹിച്ചാലും നീ എനിക്ക് യോജിച്ചവനല്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ആവർത്തിച്ച് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർ അധരം കൊണ്ടുള്ള സ്നേഹമല്ല, ഹൃദയം കൊണ്ട് ദൈവ സ്നേഹത്തോട് ഒട്ടി നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ ആരെയും അവഗണിക്കില്ല. ഇടം ചോദിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ഇടം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം, അതാരായാലും. അപ്പോൾ ഒരു അച്ഛൻ, ഒരു ജോർജ് എന്ന് പറഞ്ഞ അച്ഛനോ ഒരു ജോർജ് ഫ്ലോയ്ഡ് എന്ന മനുഷ്യനെയൊക്കെ ശ്വാസം മുട്ടി മരിച്ചുവെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവന് ഇടം കൊടുത്തില്ല, അല്ലെങ്കിൽ ഇടം കൊടുക്കാൻ വിമുഖത കാണിച്ചു, അവരൊക്കെ ശ്വാസം മുട്ടി മരിച്ചു. ജോർജ് ഫ്ലോയ്ഡിനെ കൊന്നത് കർത്തവൻ എന്ന പേരിലായിരിക്കണം. നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ പ്രാചീന മതം എന്ന് പറയുന്നത് ഹൈന്ദവ മതമാണ്. ഹൈന്ദവ മതത്തിൽ ദൈവത്തിൻ്റെ നിറമെന്താണെന്ന് പണ്ട് മാമുനിമാർ ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവസാനം ദൈവത്തിന് നിറം കൊടുത്തു. മാമുനിമാരുടെ ചോദ്യത്തിന് ഇതിഹാസകാരൻ ദൈവത്തിന് കൊടുത്ത നിറം കറുപ്പാണ്. പേരിട്ടു, കൃഷ്ണൻ എന്ന് പേരിട്ടു. എന്തുകൊണ്ടായിരിക്കാം കൃഷ്ണൻ എന്ന പേര്? അവരുടെ ദൈവസങ്കല്പത്തിന് ഇതിഹാസകാരൻ കൃഷ്ണൻ എന്ന് പേരിട്ടപ്പോൾ ആ നിറ കറുപ്പിനാണ് ആ പേരിട്ടത്. എന്തുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ നിറം കറുപ്പായതും ദൈവത്തിന് കൃഷ്ണൻ എന്ന് പേരിട്ടതും? ഇതിഹാസകാരൻ ഒരുപാട് ചിന്തിച്ച് കാണും. കാരണം ജീവൻ മുളപ്പിക്കുന്ന മണ്ണ് കറുപ്പാണ്, മണ്ണിനെ നനയ്ക്കുന്ന കാർമേഘം കറുപ്പാണ്. അപ്പോൾ കറുപ്പിൽ നിന്നും ജീവൻ ഉരുത്തിരിയുമെന്ന വലിയ ചിന്തയിൽ നിന്നാണ് ദൈവത്തിൻ്റെ നിറം കറുപ്പാണെന്ന് ഏറ്റവും വലിയ പ്രാചീന മതത്തിലെ വിശ്വാസത്തിന് കൃഷ്ണൻ എന്ന പേരിട്ട് നമ്മുടെ മുന്നിൽ വെച്ചത്. പിന്നെ എന്തിനാ നമ്മൾ ഈ കറുപ്പും വെളുപ്പുമൊക്കെ അന്വേഷിച്ച് ഈ മനുഷ്യരെ ശ്വാസം മുട്ടിക്കുക? പിന്നെ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ എന്തിനാ മനുഷ്യനെ മാറ്റി നിർത്തുക? അവിടെയൊക്കെ പോരായ്മയുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ പഴയ നിയമമായാലും പുതിയ നിയമമായാലും ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ ആ സ്നേഹത്തിൽ നിന്ന് മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയൂ. അപ്പം ദൈവസ്നേഹമില്ലാത്തിടത്ത് ഇതുപോലെ പലർക്കും ശ്വാസം മുട്ടും. നമ്മൾ പലർക്കും ഇടം നിഷേധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ വീടുകളിൽ, നമ്മുടെ ഇടവകളിലൊക്കെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ശ്വാസം മുട്ടിയാ മരിക്കുക. ഒരുപക്ഷെ മൃതസംസ്കാരത്തിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ആത്മഹത്യ ചെയ്ത ഒരാളിൻ്റെ മൃതസംസ്കാരം നടത്തുമ്പോഴാണ്. ഒരുപാട് ചിന്തകൾ മനസ്സിലൂടെ പോകും. ഈ മനുഷ്യൻ എന്തുമാത്രം വേദന സഹിച്ചു കാണും, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഒറ്റപ്പെടലുകൾ ഉണ്ടായി കാണും, എത്രമാത്രം മോഹങ്ങൾ നടക്കാതെ പോയി കാണും. അവസാനം ശ്വാസം കിട്ടാതെ കോവിഡ് വൈറസ് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് പോലെ ജീവിത സാഹചര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ആ മനുഷ്യൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിക്കുക. ഞാൻ അങ്ങനെയുള്ള മരണത്തെ ന്യായീകരിക്കുകയില്ല. അതിനുള്ള സാധ്യത സൃഷ്ടിക്കുന്ന സമൂഹത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. സമൂഹം വിചാരിച്ചാൽ പലരുടെയും ശ്വാസം മുട്ടലുകൾ ഇല്ലാതാക്കാം. അതിനൊരൊറ്റ മൂലം ഇത്രയേ ഉള്ളൂ: ദൈവത്തെ സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ പിൻബലത്തിൽ മനുഷ്യനെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കാതെ ഒരു മനുഷ്യ സ്നേഹവും പൂർണ്ണമാവില്ല, അല്ലെങ്കിൽ ആ സ്നേഹം സ്വാർത്ഥത നിറഞ്ഞതാകും. അപ്പോൾ എന്നെ നയിക്കേണ്ടത് ദൈവസ്നേഹമാണ്. പഴയ നിയമത്തിൽ ദൈവസ്നേഹമാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് യേശു സ്നേഹമാണ്. കാരണം ദൈവം മനുഷ്യനായ യേശുവിനെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ അച്ഛനെ, അമ്മയെ, മകനെ, മകളെയൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ പീഡകരാകും, അവരുടെ പീഡകരായിട്ട് മാറും. എത്ര ക്രിസ്ത്യാനിയായാലും ജ്ഞാനസ്ഥാനത്തിലൂടെ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്താലും
ആ യേശുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നമുക്കാരെയും സ്നേഹിക്കാനാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആദ്യം എന്നെ നിങ്ങൾ സ്നേഹിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക. അച്ഛനെ തള്ളാനോ അമ്മയെ തള്ളിക്കളയാനോ മക്കളെ തള്ളിക്കളയാനോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് മക്കൾ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ, ഭാര്യ ഭർത്താവ് ഇറങ്ങിപ്പോകുന്നു എങ്കിൽ എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ, വീടിനുള്ളിൽ അവർ ആഗ്രഹിക്കുന്ന ഇടം കണ്ടെത്താതെ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. അവർക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അങ്ങനെ ഇറങ്ങിപ്പോകാൻ ധൈര്യമില്ലാത്തവർ സ്വന്തമായിട്ട് ശ്വാസം മുട്ടിച്ച് ജീവിതത്തെ അവസാനിപ്പിക്കും. നിങ്ങൾ ലിയോ ടോൾസ്റ്റോയെക്കുറിച്ച് ഉറപ്പാണ് എല്ലാവരും കേട്ട് കാണാം. പ്രതിഭാസമ്പന്നനായിരുന്ന, ലോകം കണ്ട വലിയ കഥാകാരന്മാരിൽ ഏറ്റവും പ്രശസ്തനായ ലിയോ ടോൾസ്റ്റോ. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയണമെങ്കിൽ മഹാത്മജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു ദിവസം വഴിയിലൂടെ നടന്നു പോകും. റഷ്യയിൽ യുദ്ധവും ആഭ്യന്തര കലഹവും കൊണ്ട് റഷ്യ അങ്ങേറ്റം ക്ഷീണിച്ച ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ്. പട്ടിണിയും പരിവട്ടവും ഒക്കെയുണ്ട്. തെരുവിലൂടെ നടന്നു പോകുമ്പോൾ തെരുവിൻ്റെ ഓരത്ത് ഒരാൾ മെലിഞ്ഞ് ശോഷിച്ച ഒരു മനുഷ്യൻ കിടക്കുന്നു. ചുണ്ടുകൾ വരണ്ടിരിക്കുന്നു, ആകെ അഴുക്ക് പുരണ്ട വസ്ത്രമാണ്, കൂഞ്ഞിക്കൂടി തെരുവിൽ കിടക്കുന്നു. ലിയോ ടോൾസ്റ്റോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്തെങ്കിലും കൊടുക്കണമെന്ന് കരുതിയിട്ട് ടോൾസ്റ്റോയ് ഇതിൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. അദ്ദേഹം വലിയ ദരിദ്രനായിരുന്നു ടോൾസ്റ്റോയ്. പോക്കറ്റിൽ കൈയിട്ട്, കോട്ടിൻ്റെ പോക്കറ്റിൽ, പാൻസിൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ആ കുനിഞ്ഞ് കൂടിക്കിടക്കുന്ന മനുഷ്യൻ്റെ നെറ്റിയിൽ തടവിയിട്ട് ആ നെറ്റിയിലൊന്ന് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, അനുജ, എന്നോട് പൊറുക്കണേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല നിനക്ക് തരാൻ. ഇനി എപ്പോഴെങ്കിലും നിന്നെ കാണുമ്പോൾ എന്തെങ്കിലും തരാനായിട്ട് ഞാൻ പരിശ്രമിക്കാം എന്ന് ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കില്ലെന്ന നിലയിൽ കിടന്നിരുന്ന ആ മനുഷ്യൻ ജീവൻ വെച്ചിട്ട് പറഞ്ഞു, എനിക്കെന്തിനാ പണം? നിങ്ങൾ എന്നെ തഴുകിയില്ലേ, എൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചില്ലേ, എന്നെ അനുജ എന്ന് വിളിച്ചില്ലേ, എനിക്കത് മതി. ഇനി അങ്ങോട്ട് ജീവിക്കാൻ എനിക്കിത് മതി എന്ന് ഈ വഴിയിൽ കിടന്ന യാചകൻ ടോൾസ്റ്റോയോട് പറഞ്ഞുവെന്നാണ് പറയുക. 3 കാര്യങ്ങൾ. നിങ്ങൾ എന്നെ തഴുകിയില്ലേ, എൻ്റെ നെറ്റിയിൽ ചുംബിച്ചില്ലേ, എന്നെ അനുജ എന്ന് വിളിച്ചില്ലേ, എനിക്കിത് മതി എന്നാണ് പറഞ്ഞത്. ഇതാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവനല്ലാതെ മറ്റൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാറ്റിലും ഉപരിയായിട്ട് സ്നേഹജീവിതത്തിൽ, സ്നേഹബന്ധങ്ങളിൽ ഒരു മുൻഗണനാ ക്രമമുണ്ടെങ്കിൽ ആദ്യം യേശു, അതിനുശേഷം മറ്റുള്ളവർ. ആ സ്നേഹം ആരെയും കൊല്ലില്ല, ആ സ്നേഹം എല്ലാവരെയും വളർത്തും. യേശുവിനെ പ്രഘോഷിച്ചതുകൊണ്ട് മാത്രമായില്ല, ആ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ഇത് ജീവിതത്തിൽ തീർക്കുന്ന പാലം മനുഷ്യരോട് മാത്രമല്ല, ഈ ലോകത്തിലെ സർവ്വജന്തുക്കളോടും നമ്മൾ ബന്ധിപ്പിക്കുന്നത് സ്നേഹമാണ്. ഈ സ്നേഹമില്ലായി നമ്മൾ ഒറ്റപ്പെട്ട തുരുത്തായി പോകും, ഒറ്റപ്പെട്ടു പോകും നമ്മൾ. എനിക്കാരും വേണ്ട, എന്നെ സ്നേഹിക്കേണ്ട, ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ജീവിക്കുന്നുവെങ്കിൽ എന്നെ സ്നേഹിക്കാൻ, നിങ്ങളെ സ്നേഹിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം. ഇല്ല എങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ജീവിതത്തിൽ നമുക്ക് ശ്വാസം മുട്ടും, നമ്മൾ മരിച്ചു പോകും. ആഗ്രഹിക്കാത്ത നിമിഷങ്ങളിൽ നമ്മൾ മരിച്ചു പോകും. ആർക്കും ആരെയും കുറ്റപ്പെടുത്താനാവില്ല. അപ്പോൾ ഇന്നത്തെ 3 വായനകളും ഈ സ്നേഹബന്ധത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. ശൂന്യംകാരി സ്ത്രീ എല്ലാ കഷ്ടതയുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് താൻ കണ്ടുമുട്ടിയ ദൈവപുരുഷനെ സ്നേഹിച്ചു. ദൈവപുരുഷൻ എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ദൈവപുരുഷന്മാരാണ്. പൗലോസ്ലീഹ പറഞ്ഞു, നീ ക്രിസ്തുവിനോടൊപ്പം മരിച്ചവനും ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റവനുമാണെങ്കിൽ നീ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ കൂടുതലായിട്ട് നീ ആരെയും സ്നേഹിക്കരുത്, എന്നെ സ്നേഹിച്ചതിന് ശേഷം ആ സ്നേഹം പങ്കുവയ്ക്കാനാണ് പറഞ്ഞത്. ഇനി ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു.
ഈ ലിയോ ടോൾസ്റ്റോയിയുടെ മരണത്തെക്കുറിച്ച്. നല്ല മനുഷ്യനായിരുന്നു, സ്നേഹമെന്തെന്നറിഞ്ഞിട്ട് ആ സ്നേഹം എഴുത്തിലൂടെ പാടിത്തീർത്ത മനുഷ്യനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരനാണ്, കഥാകാരനാണ്. ജീവിതഗന്ധിയായ കഥകൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച മനുഷ്യനാണ്. പരമദരിദ്രനായിരുന്നു. സ്നേഹമയായ ഒരു ഭാര്യയുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം രാത്രി ഭാര്യയുമായിട്ട് വഴക്കിട്ടു. ഒരു കൊച്ചു കാര്യത്തിൻ്റെ പേരിൽ ഭാര്യയുമായിട്ട് പിണങ്ങി. ആ വഴക്കങ്ങ് മൂർച്ഛിച്ചു. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ വഴക്ക് ഗൗരവം പൂണ്ടിട്ട് ഒരു വാശിക്ക് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പാതിരാ നേരത്ത് അദ്ദേഹം വീട് വിട്ടിറങ്ങി. കുറേയേറെ നടന്ന് തളർന്ന അവസ്ഥനായപ്പോൾ ദൂരെ വെളിച്ചം കണ്ട് അങ്ങോട്ട് നടന്ന് അവിടെ ചെന്നപ്പോൾ അത് റെയിൽവേ സ്റ്റേഷനാണ്. നല്ല മഞ്ഞുള്ള രാത്രിയാണ്. തളർന്ന് അവശനായിട്ട് റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ അദ്ദേഹം നീണ്ടു നിവർന്ന് കിടന്നു. ആ രാത്രിയിൽ ഏതോ ഒരു നിമിഷത്തിൽ അദ്ദേഹം മരിച്ചു. നേരം വെളുക്കുമ്പോൾ കാണുന്നത്, തൂപ്പുകാർ വരുമ്പോൾ കാണുന്നത് ലിയോ ടോൾസ്റ്റോയ് എന്ന പ്രതിഭാസമ്പന്നനായ മനുഷ്യൻ മഞ്ഞിൽ പുതഞ്ഞ് ബെഞ്ചിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുക. രാജാവിനെപ്പോലെ മരിക്കേണ്ടവനായിരുന്നു. രാജകീയ ശൈലിയിൽ വിടവാങ്ങാൻ അർഹതയുള്ള ഒരു മനുഷ്യൻ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ മഞ്ഞിൽ പുതഞ്ഞ് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഒരു കുഞ്ഞു വഴക്കിൻ്റെ പേരിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ വഴക്കിടാൻ വേണ്ടി ജനിച്ചവരല്ല. വഴക്കുണ്ടാവും ജീവിതത്തിൽ, വീട്ടിലുണ്ടാകും. നമ്മൾ വഴക്കിട്ടാൽ സ്നേഹിക്കാൻ നേരം കിട്ടില്ല. കിട്ടാതെ പോകുന്ന നേരം പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. അപ്പോൾ ഏത് വഴക്കിനും ഒരു അന്ത്യമുണ്ടാകണം. വഴക്കിട്ട് ഇറങ്ങിപ്പോകലല്ല, വഴക്കിട്ട് കയറി ചെല്ലാൻ. ഓരോ വഴക്കിടുമ്പോഴും അടുത്ത പടി കയറി അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും. എല്ലാ വഴക്കുകളും ഒരു പടി കൂടി അകത്തേക്ക് കയറാനുള്ള ഒരവസരമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഇടം കൊടുക്കണം. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ, കുടുംബജീവിതത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും ഇടം കൊടുക്കാനായിട്ട്. പിണങ്ങാനല്ല, സ്നേഹിക്കാൻ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒന്നുകിൽ നമ്മൾ മറ്റുള്ളവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലും, അല്ലെങ്കിൽ സ്വയം ശ്വാസം മുട്ടി മരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് കർത്താവിരുന്നേറ്റ് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗ കർത്താവും യാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചൊരിയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം തിരുമനസ്സാകുന്നു. പൂർണ്ണ ഹൃദയത്തോട് നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങേ സഭയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, ലോക ജനതയെ മുഴുവനും ഐക്യത്തിലും ശാന്തിയിലും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, അങ്ങയുടെ സ്നേഹവും സമാധാനവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, രോഗവും ഏകാന്തതയും മൂലം
ശാരീരികവും മാനസികവുമായി വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പിതാവേ, ലോകം മുഴുവനും ആതുര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് കാത്തു സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങേ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങറിയുന്നു. ഈ കാലഘട്ടത്തിലെ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ അങ്ങറിയുന്നു. ഈ പ്രതിസന്ധികളിലും അങ്ങയുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുവാനും അതുവഴി മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം കൊടുത്ത് ആരെയും ശ്വാസം മുട്ടിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള വിശ്വാസ ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. തിരുമാംസവും തിരുരക്തവും ഈ ദിവ്യ ബലിപീഠേ ഒരുങ്ങിടുമ്പോ ഞാനുമെൻ ജീവിതം ഈ പുണ്യനിമിഷം കാഴ്ചയായി നൽകുന്നു നാഥാ. സ്വീകരിക്കണമേ നാഥാ. തിരുമാംസവും തിരുരക്തവും ഈ ദിവ്യ ബലിപീഠേ ഒരുങ്ങിടുമ്പോ ഞാനുമെൻ ജീവിതം ഈ പുണ്യനിമിഷം കാഴ്ചയായി നൽകുന്നു നാഥാ. സ്വീകരിക്കണമേ നാഥാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ക്രിസ്തുനാഥൻ മനുഷ്യ അവതാരം വഴി പഴയ മനുഷ്യന് പുതുജീവൻ നൽകി. പീഡാസഹനം വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. പുനരുത്ഥാനം വഴി നിത്യായുസ്സിലേക്ക് മാർഗം തെളിച്ചു.
സ്വർഗാരോഹണം വഴി സ്വർഗ കവാടം വീണ്ടും ഞങ്ങൾക്ക് തുറന്നു തന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ,
അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിച്ചുകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അന്യഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു രാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും സകല വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാവുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളിച്ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു.
നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക കാര്യം നിങ്ങളറിയിക്കുകയാണ്. ജൂലൈ മാസം 3-ാം തീയതി മുതൽ, അതായത് അടുത്ത വെള്ളിയാഴ്ച മുതൽ രാവിലെ 7 മണിക്ക് ഒരു കുർബാന ഉണ്ടായിരിക്കും. അതിൽ പങ്കെടുക്കേണ്ട ക്രമം ഇപ്രകാരമായിരിക്കും. കുർബാനയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ തലേ ദിവസം പള്ളിമേടയിൽ ഓഫീസിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡുമായിട്ട് നിർബന്ധമായിട്ട് വരണം. കൃത്യമായ വയസ്സ് രേഖപ്പെടുത്തി പേരെഴുതി 65 വയസ്സിന് താഴെ ആണെങ്കിൽ മാത്രമേ പള്ളിയിൽ നിന്ന് ചീട്ട് ലഭിക്കുകയുള്ളൂ. ആ ചീട്ടുമായിട്ട് അടുത്ത ദിവസം വരുന്നവർക്ക് കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് സൗകര്യമുണ്ടായിരിക്കും. നമുക്കറിയാം, എല്ലാ ഭരണകൂടങ്ങളും പതിയെ കൈവിടുകയാണ്. കാര്യങ്ങൾ രൂക്ഷമാകുമ്പോഴും എല്ലാം ഭംഗിയാണ് എന്ന രീതിയിൽ നമ്മളെ കൈവിടുന്നു. ഇനി നമ്മുടെ ജീവൻ്റെ സുരക്ഷ നമ്മുടെ കൈകളിലാണ്. ഇനി നമ്മളാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത്. ഭരണകൂടം പതിയെ പതിയെ അയച്ചു തരുന്നു. അവർക്കൊരു പരിധിയുണ്ട്. ആ പരിധിയൊക്കെ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ വരിക. അപ്പോൾ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കും നമ്മളിൽ ഓരോരുത്തരിലുമാണ്. എന്നിരുന്നാലും ജൂലൈ 3-ാം തീയതി മുതൽ രാവിലെ 7 മണിക്കൊരു കുർബാനയുണ്ടാകും. ആ കുർബാനയിൽ പങ്കെടുക്കണമെങ്കിൽ തലേ ദിവസമോ മറ്റു ദിവസങ്ങളിൽ വന്ന് നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. വരുമ്പോൾ ആധാർ കാർഡ് കൊണ്ടുവന്ന് നിങ്ങളുടെ വയസ്സ് കൂടി തെളിയിക്കണം. അവിടെ പേര് രജിസ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ചീട്ട് തരും, ഏത് ദിവസമാണ് പങ്കെടുക്കേണ്ടത് എന്ന രീതിയിൽ. ആ ചീട്ടുമായിട്ട് വരുന്നവർക്ക് പ്രവേശനമുണ്ടാകും. 90 പേർക്കായിരിക്കും നമ്മൾ ഒരു കുർബാനയ്ക്ക് ചീട്ട് കൊടുക്കുക. നമുക്ക് 90 പേര് നിയമം അനുസരിച്ച് 90 വരെ കയറ്റാനുള്ള സൗകര്യമേ പള്ളിയിലുള്ളൂ. ഇവിടെ 90 പേർക്ക് ചീട്ട് തരും. അത് കഴിഞ്ഞുള്ളവർക്ക് അതിനടുത്ത ദിവസം ചീട്ട് തരും. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. മറ്റുള്ളവർക്ക് സൗകര്യം കൊടുക്കണം. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കുർബാനയിൽ പങ്കെടുക്കാമെന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക. അതുകൊണ്ട് സഹകരിക്കുക. ഇനി കുർബാനയുള്ള ദിവസം 65 വയസ്സിന് മേലുള്ളവർ ആരെങ്കിലും വന്ന് ഇവിടെ ബഹളം വെച്ചാൽ അതിനടുത്ത ദിവസം മുതൽ നമ്മൾ ഇതുപോലെ കുർബാന ഉണ്ടാവില്ല, പള്ളി അടച്ചിടും. അതുകൊണ്ട് സഹകരിക്കുകയാണെങ്കിൽ 65 വയസ്സിന് മേലുള്ളവർ വീട്ടിലിരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരെങ്ങാനും നിർബന്ധം പിടിക്കുകയും ഇവിടെ വന്ന് കയറണമെന്ന് വാശി പിടിച്ച് മറ്റുള്ളവരെ ചീത്ത വിളിക്കുകയും ആരംഭിച്ചാൽ അന്ന് മുതൽ വീണ്ടും പഴയ രീതിയിൽ പള്ളി ഞാൻ അടച്ചിടുമെന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഇടദിവസങ്ങളിൽ 3-ാം തീയതി മുതൽ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്കൊരു കുർബാനയുണ്ടാകും. അത് സർക്കാരിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും. പങ്കെടുക്കാൻ താല്പര്യമുള്ളത് അതിനു മുന്നേയുള്ള ദിവസങ്ങൾ തലേ ദിവസങ്ങളിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്യണം. 30-ാം തീയതി ചൊവ്വാഴ്ച മുതൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇനി ഞായറാഴ്ചകളിൽ രാവിലെ 7 മണിക്കും 8:30 മണിക്കും 2 കുർബാനയുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം. ഇതുപോലെ 90 പേരെ വെച്ച് മാത്രമേ അകത്ത് കടത്തുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങൾ വരുന്ന ദിവസം ബുക്ക് ചെയ്യാനും അതനുസരിച്ച് ചീട്ട് വാങ്ങിയിട്ട് ആ ദിവസം വന്ന് പള്ളിയിൽ നിയമമനുസരിച്ചിരിക്കുവാനും നിങ്ങൾക്ക് സൗകര്യമുണ്ടാകും. അപ്പോൾ 3-ാം തീയതി മുതൽ വെള്ളിയാഴ്ച മുതൽ കുർബാന രാവിലെ 7 മണിക്ക്, ഞായറാഴ്ചകളിൽ രാവിലെ 7 മണിക്കും രണ്ടാമത്തെ കുർബാന 8:30 മണിക്കുമായിരിക്കും. ഇനി കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും വീട്ടിൽ പോകണം. ഇവിടെ പള്ളിപ്പരസ് വർത്തമാനം പറയാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പോലീസ് നിയമ നടപടി സ്വീകരിക്കും. കൂട്ടം കൂടിയെന്ന് വർത്തമാനം വരുന്നവർ അതുപോലെ വരിക, അതുപോലെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, കുർബാന കഴിഞ്ഞാൽ ഉടനെ പള്ളി അടച്ചിടാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. കാരണം പ്രത്യേകിച്ച് റോഡരികിലുള്ള പള്ളി. കഴിഞ്ഞ ദിവസം ക്വാറന്റൈനിൽ ചാടിയ ഒരു സ്ത്രീ
പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുക. പക്ഷെ അതിന് തെളിവൊന്നുമില്ല. പക്ഷേ അവർ സംശയിക്കുന്നത് നമ്മുടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ്. പക്ഷെ അവരെ പിടികൂടാൻ അന്നത്തെ ദിവസം കഴിഞ്ഞില്ല. അതുകൊണ്ട് അന്ന് മുതൽ നമുക്കുള്ള ഓർഡർ പള്ളിവാതിലുകൾ എല്ലാ ദിവസവും അടച്ചിടുക. കാരണം രോഗാവസ്ഥയിലുള്ളവർ, രോഗലക്ഷണമുള്ളവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുവാനാണ്. ഉടനെ അവരടുത്ത് കാണുന്ന എവിടെയെങ്കിലും ചാടിയിട്ട് അടുത്ത പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. നല്ല ഉദ്ദേശമാണ്, പക്ഷേ അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് കുർബാന കഴിഞ്ഞാൽ ഉടനെ പള്ളിയുടെ വാതിലുകൾ അടച്ചിടും. പള്ളിക്കകത്ത് കയറാനായിട്ട് ആർക്കും അനുവാദം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ചൊവ്വാഴ്ച മുതൽ കുർബാനയ്ക്ക് പള്ളിയിൽ വന്ന് കുർബാനയിൽ പങ്കെടുക്കാനുള്ള ബുക്കിംഗ് ആരംഭിക്കും. ഒരു ദിവസം 90 പേര്. 90 കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾക്ക് സൗകര്യം തരും. ഒരാഴ്ചയിൽ ഒരാൾക്ക് ഒരു ദിവസം മാത്രമേ അനുവാദം കിട്ടുകയുള്ളൂ എന്നൂടെ അറിയിക്കുന്നു. എല്ലാവരും എന്നോട് സഹകരിക്കണം. ഈ ഒരു കാര്യത്തിൽ നിന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ഈ ദിവ്യബലി ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയോടുള്ള നിരന്തര സ്നേഹത്താൽ ഒന്നായി തീർന്ന് എന്നും നിലനിൽക്കുന്ന ഫലം ഞങ്ങൾ പുറപ്പെടുവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയം നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യം ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയം നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യം ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നീയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയം നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യം ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.